Once again, welcome everyone. And അസൈലം ക്ലാസ്സിനെ പറ്റി എനിക്ക് ഒരുപാട് എൻക്വയറി വരുമ്പോഴത്തേക്ക് പലർക്കും ഇതിനെപ്പറ്റി വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. അവിടുന്ന് കേട്ട ചില ഇൻഫർമേഷൻസൊക്കെ അറിയത്തുള്ളൂ. ബട്ട് ഞാൻ വിചാരിച്ചു ഏതായാലും ഈ ഒരു വീക്കിൽ ഈ ഒരു വീഡിയോയിലൂടെ ഇതിനെപ്പറ്റി മാക്സിമം ഇൻഫർമേഷൻസ് ആൾക്കാർക്ക് കൊടുക്കാം. ഇത് എല്ലാവർക്കും പറഞ്ഞ ഓപ്ഷനല്ല. ബട്ട് എങ്കിലും ഇന്നിപ്പോൾ ഏകദേശം ഒരു 1 മില്യന് മേലെ ആൾക്കാർ ഇവിടുന്ന് ഔട്ട് ഓഫ് സ്റ്റാറ്റസ് ആയിട്ട് ഒരുപാട് പേര് വിളിക്കുമ്പോഴത്തേക്ക് I thought it is really worth sharing the asylum class and protection class എന്ന് പറയും. ഇതിന് റെഫ്യൂജി പ്രൊട്ടക്ഷൻ asylum എന്നൊക്കെ ഇതിനെ വിളിച്ച് പറയും. ഒരുപാട് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും പലർക്കും അപ്ലിക്കബിൾ ആണെന്നില്ല. ബട്ട് എങ്കിലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയിലും എനിക്ക് വരുന്ന അപ്രിസിയേഷൻസും അതിൽ വരുന്ന ഈ ക്വസ്റ്റ്യൻസും ഇമെയിൽസൊക്കെ നോക്കുമ്പോഴത്തേക്ക് there are a lot of people actually really desperately looking for this option. അപ്പോൾ അവരെ സംബന്ധിച്ചത് വലിയ ബ്ലെസ്സിങ് ആയിട്ട് മാറുകയാണ്. അതാണ് എനിക്കുള്ള ഇതിൻ്റെ മോട്ടിവേഷനും അതാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഈ അസൈലം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റെഫ്യൂജി ക്ലെയിം എന്നൊക്കെ പറയുന്നത്? ഇതൊക്കെ ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. ബട്ട് ഇതിലെ മേജർ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ റെഫ്യൂജി എന്ന് പറയുമ്പോഴത്തേക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണല്ലോ ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും. ചിലപ്പോൾ സിവിൽ വാർ ആവാം, അതല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആവാം, പിന്നെ നാച്ചുറൽ കലാമിറ്റി സംഭവിക്കാം. അങ്ങനെ എർത്ത് ക്വാക്ക് ആയിക്കോട്ടെ, ഹറിക്കാൻ ആയിക്കോട്ടെ, ഫ്ലഡ് ആയിക്കോട്ടെ, പിന്നെ ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിലുള്ള ഫൈറ്റ് ആവാം. ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഒരുപാട് സിവിൽ വാർ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പണ്ട് സിറിയ, ഇറാഖ്, പലസ്തീൻ, ഇങ്ങനെയൊക്കെയുള്ള അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു കാരണങ്ങൾ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ട് തന്നെ ഐ എം ജസ്റ്റ് ഗിവിങ് എൻ എക്സാമ്പിൾ. വേൾഡിൽ എന്നും കുറച്ച് രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉക്രൈൻ അല്ലെങ്കിൽ ഇറാൻ, ഇവിടെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടല്ലോ. അപ്പം ഇവിടെ നിന്നൊക്കെ ആൾക്കാർ എങ്ങനെയും ഒന്ന് ഈ രാജ്യത്ത് നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ഞാനും എൻ്റെ കുടുംബമായിട്ടൊന്ന് രക്ഷപ്പെടാം. സിംഗിളാണെങ്കിൽ എങ്ങനെയെങ്കിലും ചെറുപ്പക്കാരനായാലും അവർക്ക് എങ്ങനെ ഈ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ ഒരു ഫ്യൂച്ചറിൽ മാത്രമല്ല ഇവിടെ നമുക്ക് ഈ സമയം കൊല്ലപ്പെടാം, അല്ലെങ്കിൽ ചിലപ്പം ബൈ ഫോഴ്സായിട്ട് മിലിറ്ററിയിലും മറ്റ് ഗ്യാങ് വാറിലൊക്കെ നമ്മൾ ചെന്നുപെടാം. പെട്ടിട്ടില്ലെങ്കിൽ കൊന്നു കളയും. ഇപ്പോൾ സൗത്ത് അമേരിക്കൻ, സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും വെനിസുല, കൊളംബിയ എന്നുള്ള രാജ്യങ്ങളിലൊക്കെ ഗ്യാങ് വാർ, പിന്നെ ഡ്രഗ് മാഫിയ, അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ വളരെ വെൽ നോൺ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ അറ്റൻഷനും അവയർനെസ്സൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളാണല്ലോ. ഇപ്പോൾ പലസ്തീൻ അല്ലെങ്കിൽ സിറിയ അല്ലെങ്കിൽ സുഡാൻ അല്ലെങ്കിൽ ഉക്രൈൻ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന് കനേഡിയൻ ഗവൺമെൻറ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ അണ്ടറിൽ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യും. വി വിൽ ടേക്ക് 10,000 റെഫ്യൂജീസ്. അങ്ങനെ ഉള്ള ഒരു സെഗ്മെൻറ്റ് ഓഫ് എമിഗ്രേഷൻ ഉണ്ട്. അത് മിക്കവാറും ഔട്ട്സൈഡ് കാനഡ ആയിക്കഴിഞ്ഞാലും ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷനാണത്. യുണൈറ്റഡ് നേഷൻസ് ആണ് അതിൻ്റെ മെയിൻ മീഡിയേറ്റർ. അവർ വഴിയാണ് ഇതിൻ്റെ കനേഡിയൻ ഗവൺമെൻറ് അവരായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അവരാണ് ഇവരെ ആൾക്കാരെ സർട്ടിഫൈ ചെയ്യുന്നതും. കനേഡിയൻ ഗവൺമെൻറ് ഡെഫിനറ്റ്ലി ചെക്സ് ദ ക്രിമിനാലിറ്റി ആൻഡ് അതർ അഡ്മിനിസ്ട്രേറ്റീവ് ഫാക്ടേഴ്സ്. അത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ബട്ട് ഇതിൽ നമുക്ക് കാര്യമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ഇന്ന് വളരെയധികം ആൾക്കാർക്ക് ഉപകാരപ്പെട്ടേക്കാൻ സാധ്യതയുള്ള കാര്യം ഇൻസൈഡ് കാനഡ പ്രൊട്ടക്ഷൻ ക്ലെയിമാണ്. ഇൻസൈഡ് കാനഡ പ്രൊട്ടക്ഷൻ ക്ലെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം, ഐ ആം ഇൻ ട്രബിൾ ആൻഡ് ഐ ആം ഫേസിങ് പെർസിക്യൂഷൻ ബാക്ക് ഹോം. അത് ഏത് രീതിയിലായിക്കോട്ടെ, അതിൻ്റെ എല്ലാ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എയർപോർട്ടിൽ തന്നെ ക്ലെയിം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതൊക്കെ അത് ക്ലെയിം ചെയ്താലും അവർ മിക്കവാറും എമിഗ്രേഷൻ ഓഫീസേഴ്സ് അവരുടെ അടുത്ത് പറയുന്നത് പറഞ്ഞാൽ യു ഗോ ആൻഡ് ഫൈൻഡ് എ ലോയർ ആൻഡ് ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ സബ്മിറ്റിംഗ് ഓൾ ദ ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫോംസ് ആൻഡ് ഓൾ വിത്തിൻ ദാറ്റ് പെർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുക്കുന്നത്. അവർ ഇനീഷ്യലായിട്ടൊരു പെർമിഷൻ കൊടുക്കും കാനഡ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അപ്പം നമ്മൾ അത് വെച്ചിട്ട് പിന്നെ ഈ വ്യക്തിൻ്റെ എല്ലാ കഥകളും, എന്തുകൊണ്ട് പുള്ളിക്ക് നാട്ടിൽ പ്രോബ്ലംസ് ഉണ്ട്, എന്ത് ഡേഞ്ചറാണ് പുള്ളി ഫേസ് ചെയ്യുന്നത്, ആരായാലും അവരുടെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കേസ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ആ ടൈമിന് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ പല രീതിയിലുള്ള കാരണങ്ങളാവാം. ഞാൻ കുറച്ച് എക്സാമ്പിൾ തരാം. ഒരു വലിയ കാരണമാണ് റിലീജിയസ്. ഫോർ എക്സാമ്പിൾ, ചില രാജ്യങ്ങളിൽ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഉപദ്രവിക്കപ്പെടും. അത് നിങ്ങൾ ചെയ്യാതെ കുറ്റത്തിന് ജയിലിൽ പോകാം. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് രാജ്യങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞിട്ടൊരു വിവാദം ഉണ്ടാക്കുന്നില്ല, ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ ചില റിലീജിയനിൽ തന്നെ ഒരു 2 സെക്റ്റ് ആവാം. ഇപ്പോൾ അവർക്ക് ഒരു സെക്റ്റിനെ മറ്റേ സെക്റ്റ് ഒരുപാട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം, കൊല്ലപ്പെടാം, അങ്ങനെയൊക്കെയുള്ള അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവാം, സിവിൽ വാർ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ 1-2 ഗ്രൂപ്പായിട്ട് ആഫ്രിക്കയിലേക്ക് ഒരുപാട് രാജ്യങ്ങളുണ്ട് ഈ സിവിൽ വാർ പല ഗ്രൂപ്പുകളായിട്ട്. പിന്നെ ചില രാജ്യങ്ങളിലൊക്കെ വളരെ വെൽ നോൺ ആയിട്ടുള്ള രാജ്യത്ത് തന്നെ ഒരു പർട്ടിക്കുലർ മതത്തിലുള്ള ആൾക്കാരെ വളരെയധികം ഉപദ്രവിക്കുക, അവരെ
കഴിയുന്നത്ര കള്ളക്കേസിൽ കൊടുക്കുക, അവരെ എങ്ങനെയും ഇല്ലാതെ കാരണം ഉണ്ടാക്കി ജയിലിൽ, അവർക്ക് ജോലി നിഷേധിക്കുക, അവർക്ക് പിന്നെ വീട് കിട്ടത്തില്ല, അവർക്ക് പല രീതിയിൽ അവരെ പിന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, ഹറാസ് ചെയ്യുക, ആരും ചോദിക്കാനില്ല. സ്റ്റേറ്റും പോലീസും ഗവൺമെൻറ്റൊക്കെ ഒന്നാണ്. ഈവൻ ജുഡീഷ്യറി പോലും കറപ്റ്റഡൊക്കെ ആകുന്ന സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി യു ഗോട്ട് എ ലോട്ട് ഓഫ് ചാൻസ് ടു ക്ലെയിം പ്രൊട്ടക്ഷൻ ഇൻ കാനഡ ബിക്കോസ് ഇറ്റ്സ് എ സേഫ് കൺട്രി വിത്ത് ഈക്വൽ പ്രൊവൈഡിങ് ഈക്വൽ റൈറ്റ്സ്. അതാണ് വലിയൊരു കാരണം. പിന്നെ രണ്ടാമതൊരു ഗ്രൂപ്പ് നമുക്ക് പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ സെക്ഷൽ ഓറിയൻറ്റേഷനാണ്. ഇപ്പം പല രാജ്യത്ത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ, LGBT ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള പല രാജ്യത്തും ഇത് ഈവൻ ആഫ്രിക്കയിലെ ചില രാജ്യമൊക്കെ നമ്മൾ ഒരുപാട് കേസുകൾ ചെയ്യുന്നതാണ്. ആ രാജ്യത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ബി ഈവൻ കിൽഡ്, യു ക്യാൻ ബി ഈവൻ ജയിൽഡ് ആൻഡ് ടോർച്ചേർഡ്, യു വിൽ ബി ടോട്ടലി ബോയ്ക്കോട്ടഡ് ബൈ യുവർ ഓൺ കമ്മ്യൂണിറ്റി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്, കാരണം വി ഓൾറെഡി നോ വാട്ട്സ് എക്സാക്ട്ലി ഗോയിങ് ഓൺ ഇൻ ദാറ്റ് കൺട്രി. അതുപോലെ തന്നെയാണ് ഈ ചില രാജ്യങ്ങളിലുള്ള കൾച്ചറൽ ഇഷ്യൂസ്. അത് ഉദാഹരണത്തിന് ഇപ്പോൾ ചില രാജ്യത്ത് ഇപ്പം നമ്മൾക്ക് വളരെ ഓപ്പൺ മൈൻഡഡ് സൊസൈറ്റി ആയിരിക്കും, ചില സ്ഥലത്ത് അങ്ങനെയല്ല. അവർ പിന്നെ പ്രത്യേകിച്ച് ലേഡീസിന് ഒരുപാട് പിന്നെ അടക്കി ഭരിച്ച് അവരെ ഒരുപാട് ഈ ഡൊമസ്റ്റിക് വയലൻസും ഒരുപാട് ഹോണർ കില്ലിംഗ് ഒക്കെ ഉള്ള നാടുകളൊക്കെ ഉണ്ട്. പിന്നെ ചില പെർട്ടിക്കുലർ കാസ്റ്റിൽ അല്ലെങ്കിൽ ഇൻ്റർ കാസ്റ്റ് മാരേജോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെത്ത് ത്രെറ്റ് പോലും ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അതിൽ വേറെ മതക്കാരൊന്നുമല്ല, നിങ്ങൾ സ്വന്തം മതക്കാർ തന്നെ നിങ്ങളെ പിന്നെ ഉപദ്രവിച്ച് സ്വന്തം പാരൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് തന്നെ ചിലപ്പം നിങ്ങളുടെ ബാക്കിൽ വരാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ ഒരു രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള അത്ര ഡിസ്ക്രിമിനേഷൻ നമ്മൾ പല രാജ്യമുണ്ട്. ഞാൻ ഇവിടെ എടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ ചിലവർ വെറുതെ അതിന് ഡിബേറ്റിനും ആർഗ്യുമെൻറ്റിന് വരും. അത് ചിലവർക്ക് അതിൻ്റെ ഒരു ഓപ്പൺ മൈൻഡോട് എടുക്കാൻ മിക്കവാറും ആൾക്കാർക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ ഈവൻ ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഞാൻ ചൈനൻ്റെ അകത്തുള്ള ചില മൈനോറിറ്റീസ് ഉണ്ട്, അവരുടെ കേസുകൾ നമ്മൾ ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് പിന്നെ അപ്രൂവ് ആക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ വി ആർ ഡൂയിങ് ലോട്ട് ഓഫ് കേസ് ഫ്രം അൽബേനിയ, ഗാന, കൊസോവോ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യത്തെ കേസുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഓഫ് കോഴ്സ്, ഇന്ത്യ ഇസ് ദെയർ വെരി മച്ച്. ബട്ട് ഞാൻ ഇന്ത്യയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ചിലവർക്ക് അത് ഇഷ്ടമാകത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഓപ്പണായിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. നാളെ കോർട്ടിൽ ചെന്ന് ഇതൊക്കെ ശരിക്കും പ്രൂവ് ചെയ്യണം, ഇതൊക്കെ ശരിക്കും ഒരു വിചാരണയും ഹിയറിംഗ് ഒക്കെ ഉണ്ടാവും. ചില കേസുകളിൽ മാത്രം ഞാൻ വിചാരണ കൂടാതെയും കേസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ വളരെ എക്സെപ്ഷണൽ സിറ്റുവേഷനാണ്. അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞിട്ട് കാര്യങ്ങൾ കൺഫ്യൂസ് ആകുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ, അയാൾ നാട്ടിൽ ഒത്തിരി പിന്നെ ഹറാസ്മെൻറ്റ് ഫ്രം ദ ഗവൺമെൻറ് ഈസ് ഫേസിങ്, അല്ലെങ്കിൽ ഹീ ക്യാൻ ബി അറസ്റ്റഡ് ബൈ എനി ടൈം. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി പിന്നെ ഗുണ്ടാസും ഗൂൺസൊക്കെ വന്നിട്ട് കിഡ്നാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, റാൻസത്തിന് ഡിമാൻഡ് ചെയ്യാൻ സാധ്യത. അങ്ങനെയൊക്കെയുള്ള പല സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏത് രീതിയിലുള്ള പ്രോബ്ലം ആയാലും നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിങ്ങളെ ഒരു മര്യാദയ്ക്ക്, ഒരു അഭിമാനത്തോടെ, അന്തസ്സോടെ, ഫ്രീഡത്തോടെ ജീവിക്കാൻ സമ്മതിക്കാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വർത്ത് കൺസൾട്ടിങ് വിത്ത് മീ സോ ദാറ്റ് വി ക്യാൻ അറ്റ്ലീസ്റ്റ് ഗൈഡ് യു വെദർ ഇറ്റ് ഈസ് വർത്ത് ഗോയിങ് ഫോർ ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യം ഇന്നത്തെ ഒരു കനഡൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ മാതിരി $1 മില്യൺ കൊണ്ടുവന്നിട്ട് ഒരു ബിസിനസ് വാങ്ങിച്ചാൽ പോലും ഇന്ന് കനഡൻ്റെ PR കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ 2-3 വർഷം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനെങ്കിൽ സാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുണ്ട്, എനിക്ക് എങ്ങനെയും നാട്ടിൽ പോകാൻ പറ്റത്തില്ല, നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. റിയലി ജെന്യൂൻ പ്രോബ്ലം. ഈവൻ യു വോണ്ട് ബിലീവ്, നമ്മുടെ ഈവൻ സ്വന്തം മലയാളി കമ്മ്യൂണിറ്റി തന്നെ പലരും എൻ്റെ അടുത്ത് ക്ലെയിം ചെയ്യാൻ വന്നത് അവരുടെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ദേ ഹാവ് സീരിയസ് പ്രോബ്ലംസ്. 95% അവരുടെ കേസ് കോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ഫൈറ്റ് ചെയ്ത് വിജയിക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷനാണ് അവർക്ക്. അപ്പോൾ ജെന്യൂൻ ക്ലെയിംസ് ആർ സോ മെനി. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വളരെ ഷൈ ആയിട്ട് മാറുന്ന, അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ടാർഗറ്റ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്. കാരണം അപ്പോൾ അറ്റ്ലീസ്റ്റ് യു നോ, ഓക്കെ, ഐ ഹാവ് സം സീരിയസ് ഇഷ്യൂസ് ഇൻ ഗോയിങ് ബാക്ക് ടു ഇന്ത്യ, സോ വാട്ട്സ് മൈ ചോയ്സ്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടും. ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം ഒരു ലോയറോ പിന്നെ IRB ബേസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻ്റൊക്കെ മീറ്റ് ചെയ്തിട്ട് കൺസൾട്ടേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, എലിജിബിലിറ്റി ഫാക്ടറൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഫയലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം നിങ്ങളുടെ മെഡിക്കൽ ചെയ്യണം. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ബയോമെട്രിക്സ് ഉണ്ട്. ഇതിൽ ഇന്നെലിജിബിൾ ആകുന്ന ആൾക്കാരും കൂടി ഉണ്ട്. ഇതിൽ യോഗ്യത ഇല്ലാത്ത ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാം, മറ്റുള്ള കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പേരിൽ വല്ല സീരിയസ് ക്രിമിനാലിറ്റിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സീരിയസ് മെഡിക്കൽ ഇൻഅഡ്മിസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ, അതും കൂടാതെ നിങ്ങളിപ്പോൾ US, UK പോലത്തെ രാജ്യത്തിൽ ഓൾറെഡി പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്ത ആളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക. ദെൻ നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആർ ദെയർ. അപ്പം ദെൻ ജസ്റ്റ് റിയലൈസ് ഇറ്റ്സ് ഇറ്റ് ഫോർ യു, ദെൻ ഗോ ഫോർ ഇറ്റ്. ഞാനൊരിക്കലും ഒരു വീഡിയോയിലൂടെ ആൾക്കാരോടെല്ലാം പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്തോ നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഞാനൊരിക്കലും പറയുന്നില്ല ഇവിടെ.
For some people, it can be the best thing what you should try it out. But again, rules keep changing. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ പറഞ്ഞത് അൾട്ടിമേറ്റ് കാനഡയിൽ ഇന്ന് ഈ ലോ ആയിരിക്കും എന്ന് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഏറ്റവും ഐഡിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയും സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റാതെ, എന്നാൽ കാനഡയിൽ പിടിച്ചു നിൽക്കാനും പറ്റാതെ, കാനഡയിലെ PR ആണല്ലേ, കാനഡയിലെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയ എല്ലാ രീതിയിലും ഇവിടെ ജോലി ചെയ്യാനുള്ള പെർമിഷനൊന്നും ഇല്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനിലുള്ള ഒരു കുടുംബമാണെങ്കിൽ അവരുടെ മതം, അവരുടെ ജാതി, അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ, അവരുടെ പൊളിറ്റിക്കൽ സിനാരിയോ, പല കാര്യങ്ങളിലും അവരുടെ നാട്ടിൽ ഒത്തിരി ഡിസ്ക്രിമിനേഷനും ഇഷ്യൂസും ഈവൻ അവരുടെ ലൈഫ് പോലും അപകടത്തിലാകുന്ന സിറ്റുവേഷനൊക്കെ ഉള്ള ഒത്തിരി പേര് കാണും. അങ്ങനെയുള്ളവർക്ക് ദിസ് ക്യാൻ ബി പ്രോബബ്ലി എ ബെറ്റർ ഓപ്ഷൻ ടു ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇഫ് യു ആർ എലിജിബിൾ, ഗോ ഫോർ ഇറ്റ്. ഇഫ് യു ആർ നോട്ട്, ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ വിത്ത് സംതിങ് വാട്ട് എവർ ഇസ് വർക്കബിൾ ഫോർ യു. കേട്ടോ, അതാണ് എൻ്റെ ഒരു ബെസ്റ്റ് അഡ്വൈസ്. ഇത് ഗിവ്സ് യു ആൻ ഓപ്പൺ വർക്ക് പെർമിറ്റ് വിത്തിൻ എ മന്ത്. കറക്റ്റ്. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കേസൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടും. നിങ്ങളുടെ മെഡിക്കൽ കഴിഞ്ഞാൽ പിന്നെ അതിന് നിങ്ങളെ ബയോമെട്രിക്സ് എടുക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടി. പിന്നെ നിങ്ങൾ ജോലി ചെയ്യാണ് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ. യു ക്യാൻ ഗോ ആൻഡ് വർക്ക് എനിവെയർ ആൻഡ് ഇറ്റ്സ് ഓൾസോ ഓഫർ ടു ഓൾ ദ പ്രൊവിൻസസ് ഇൻ കാനഡ. ഈവൻ ക്യൂബക്കിൽ ജീവിക്കുന്നവരായാലും ആർക്കായാലും ഇതിൻ്റെ ഒരു കാര്യത്തിൽ യാതൊരു വകഭേദവുമില്ല. വി ആർ ഓൾസോ ഹാവിംഗ് ലോട്ട് ഓഫ് ക്ലയൻസ് ഫ്രം യു അതർ പ്രൊവിൻസസ് ഇൻക്ലൂഡിങ് ക്യൂബക് ആൻഡ് ഈവൻ ആൽബർട്ട ആൻഡ് അതർ പ്രൊവിൻസസ്. ഓക്കെ. അപ്പം നമ്മുടെ ഷെർവേ ഇമിഗ്രേഷൻ ഇതിൽ ഒരുപാട് കേസുകൾ ചെയ്യുന്നൊരു ഫേമാണ്. മാത്രമല്ല ഇത് ഒരു കോർട്ട് ഹിയറിംഗ് ഒക്കെ ഇപ്പം വരുന്ന 2-3 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണ്. ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ഫാസ്റ്റ്, ബിക്കോസ് ബിഫോർ ദേ സ്റ്റോപ്പ് ദിസ് ലാസ്റ്റ് മിനിറ്റ് ഓപ്ഷൻ, ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു അറ്റ്ലീസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് വെദർ യു ആർ എലിജിബിൾ ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം, കൺസൾട്ടേഷനൊക്കെ ബുക്ക് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഇനി പറയാൻ ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റിലോ മറ്റോ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഐ വിൽ ട്രൈ ടു റിപ്ലൈ ടു യു. നെക്സ്റ്റ് വീക്ക് ഞാൻ വളരെ നല്ല സബ്ജക്റ്റായിട്ട് വരുന്നുണ്ട്. ദാറ്റ്സ് കോൾഡ് PRRA. അത് കാനഡയിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നിങ്ങളെ പിടിച്ച് പുറത്താക്കും, ഡിപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു സിറ്റുവേഷനിൽ ഒരു അവസാന കച്ചിത്തുരുമ്പായിട്ട് എല്ലാവർക്കും എലിജിബിലിറ്റി ഇല്ല, ബട്ട് സം പീപ്പിൾ മേ ബി എലിജിബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഞാൻ അതിനെ പറ്റിയിട്ട് പറയാൻ നോക്കാം. ഇതൊക്കെ സാധാരണ യൂട്യൂബേഴ്സ് മറ്റുള്ളവർ ചെയ്യുന്ന സബ്ജക്റ്റല്ല ഞാൻ പറയുന്നത്. ഇതൊരു ലീഗൽ ഫേം നടത്തുന്ന, ഒരു ലോ ഫേം നടത്തുന്ന ഒരാളെന്നുള്ള നിലക്ക് എൻ്റെ ഒരു ഇൻഡെപ്ത് നോളജും എക്സ്പീരിയൻസും വെച്ചുകൊണ്ട് ഇതൊരു മലയാളികൾക്ക് അതിനെപ്പറ്റിയൊരു കൂടുതൽ വെൽ ഇൻഫോംഡ് ആയിക്കോട്ടെ. അവർക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കേണ്ട, ബട്ട് അറ്റ്ലീസ്റ്റ് ലെറ്റ് ദം ബി ഇൻഫോംഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാൻ സാധ്യതയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു. ബൈ.